വളരെ ഏകപക്ഷീയമായിട്ട് ആ ഒരു ബാലൻസിന്റെ കാര്യം പറയുന്നുണ്ട്. ഇത് മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ അങ്ങനെ ആ അടിസ്ഥാനത്തിലല്ല ഞാൻ പറഞ്ഞത്. അതിന് ഒരു മതത്തിന്റെ ഛായം കൊടുക്കേണ്ട കാര്യം. ഏകപക്ഷീയമായിട്ട് മന്ത്രികളെ, അതായത് മുഖ്യമന്ത്രിയുടെ പ്രിറോഗേറ്റീവ് ആണ് ക്യാബിനറ്റ് ഫോം ചെയ്യുന്നതും മന്ത്രിസഭ വകുപ്പ് അലോക്കേറ്റ് ചെയ്യുന്നത്. അത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. എന്നിട്ട് അതില്ലാത്ത സമയത്ത് ഇവിടെ ഏകപക്ഷീയമായി വകുപ്പുകൾ പ്രഖ്യാപിക്കുന്ന ഒരു നിലപാട്, അഞ്ചാമത്തെ മന്ത്രിസ്ഥാനം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഈ തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രം UDF-ന് പലപ്പോഴും ഘടകകക്ഷികളിൽ നിന്ന് കോൺഗ്രസ് നേരിടേണ്ടി വന്നിട്ട് മാത്രമല്ല, കോൺഗ്രസിൽ ഈ പറയുന്നത് പോലുള്ള ഒരു ശോഭ ഇപ്രാവശ്യം ഉണ്ടായതുമില്ല. അതായത് സഞ്ജയ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ക്ലിയറായി. ഇതിനകത്ത് നിലവിൽ അഞ്ചാം മന്ത്രി വിഭാഗത്തോട് ഇപ്പോൾ ഈ NDAക്ക് കിട്ടിയെന്ന് പറയുന്നത്, ഞാനിത് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. NDAക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന വോട്ടിംഗ് പെർസെൻറ്റേജിന്റെ വർധനവിന് മുഖ്യ കാരണമായി മാറിയ ഒരു കാറ്റ് അടിച്ചു തുടങ്ങുന്നത് അഞ്ചാം മന്ത്രി വിഭാഗത്തോടുകൂടിയാണ്. അഞ്ചാം മന്ത്രി വിവാദം ഉണ്ടാകുകയും അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തതോടുകൂടി തന്നെ ഒരു ഹിന്ദു വിഭാഗം, പ്രത്യേകിച്ച് പറഞ്ഞാൽ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ന്യൂനപക്ഷത്തിന് വേണ്ടി നിൽക്കുന്നതാണ്. അന്നാണ് വ്യാഖ്യാനങ്ങൾ കുഞ്ഞാലിക്കുട്ടിയുടെയും കുഞ്ഞുമാണിയും കുഞ്ഞുവിൽ നിന്നുമൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് ഐക്യരാജ്യത്തിന് ആക്ഷേപിച്ചു. ഒരു മുന്നണി സംവിധാനത്തിന്റെ സാഹചര്യത്തിൽ കേവലം 1-2 നമ്പറിൽ മാത്രം നിൽക്കുന്ന സാഹചര്യത്തിൽ UDF-ന്റെ ആ സമയത്ത് അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. താങ്കൾ ഡൽഹിയുമായും ഹൈക്കമാൻഡുമായിട്ടൊക്കെ വളരെ ബന്ധമുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്ത് വില കൊടുത്തും, ഇപ്പൊ ഒറ്റത്തുരുത്തായിരുന്നു 2014 ശേഷം ചില തുരുത്തുകളിലായി കോൺഗ്രസ് ചുരുങ്ങിയ ഒരു ഘട്ടം, അതായത് സംസ്ഥാന ഭരണം കയ്യിലില്ലാതെ. എന്ത് വില കൊടുത്തും ഈ ഭരണം നിലനിർത്തണമെന്നുള്ളൊരു നിർദ്ദേശം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് വന്നതായിട്ടൊക്കെ ഒരു അണിയറ സംസാരമൊക്കെ ഉണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ നിലനിർത്തിക്കൊണ്ടുപോവുക, നാരോ തൊഴിലിൽ കൂടെ പോകുന്ന ഒരു ഗവൺമെന്റ് നിലനിർത്തിക്കൊണ്ടുപോകുക. അല്ല, ഞാൻ വേറൊരു സെനാരിയോ, അതായത് ഇപ്പൊ 3 വർഷം ഇവിടെ കൂടിയ മിക്കവാറും പേർ എല്ലാവരും പറഞ്ഞത്, എല്ലാ വിദഗ്ധരായിട്ടുള്ള അഭിപ്രായം, വളരെ റെസ്പെക്ട് ചെയ്യേണ്ട അഭിപ്രായങ്ങൾ, ഒരു 3 വർഷം 3.5 വർഷത്തോളം വളരെ നല്ല ഗവേണൻസിന്റെ, അതായത് ഗവേണൻസിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് മാത്രം മുന്നോട്ട് വെച്ചിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിന് ഈ ധാർമ്മികമായുള്ള ഇത്തരത്തിലുള്ള കോംപ്രമൈസസിന്, അധാർമികമായ കോംപ്രമൈസസിന് എന്തിനു തയ്യാറായി? ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് വന്നാൽ ഒരുപക്ഷെ പ്രത്യേകിച്ചും ഇടക്കാല തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാനുള്ള സാഹചര്യം അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്നതായിരുന്നു. ഞാൻ പറയുകയാണ്. അനിൽ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് ഞാനോട് പറഞ്ഞിട്ട് എല്ലാ കാലത്തും ഈ സാമുദായിക സംഘടനകൾ, അതിപ്പോ KPMS അല്ലെങ്കിൽ ഒന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇപ്പൊ ജീവനസഭ, നാടാർ മഹാസഭ, അല്ലെങ്കിൽ KPMS, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഘടനകൾ, ഇവരെല്ലാം UDF അധികാരത്തിൽ വരുമ്പോൾ UDF-നോടാണ് ബാർഗൈൻ ചെയ്യാൻ പോകുന്നത്. UDF-നോട് ബാർഗൈൻ ചെയ്യുകയും ആ ബാർഗൈനിങ് UDF മുന്നോടുകയും ചെയ്യുന്നു. LDF-ന്റെ അടുത്ത് ഒരിക്കലും ആ ബാർഗൈനിങ് നടക്കില്ല. CPM-ന്റെ അടുത്ത് പ്രത്യേകിച്ച് നടക്കില്ല. അപ്പോ അതിനുള്ള പ്രൈസ് ഓൾസോ കോൺഗ്രസ് UDF അതിനുള്ള വില അടച്ചുകൊണ്ടിരിക്കുക. അല്ല അജിജ്, അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും കോൺഗ്രസ് പാർട്ടി സമുദായ സംഘടനകളോടും സാമൂഹിക പ്രസ്ഥാനങ്ങളോടും എക്കാലത്തും ചേർന്ന് നിന്ന് മാത്രമേ കേരളത്തിൽ പെട്ടെന്ന് 2005 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ, ഇപ്പൊ 2005 മുതൽ UDF-ന്റെ ഒരു അസറ്റ്, അതായത് മാസ് ബേസുള്ള നേതാക്കളെ കേന്ദ്രീകരിച്ചിട്ടാണ് പലപ്പോഴും UDF മുന്നോട്ട് പോകുന്നത്. AK ആന്റണി അത്തരത്തിലൊരു നേതാവായിരുന്നു. അതുപോലെ K കരുണാകരൻ അത്തരത്തിലുള്ള നേതാവായിരുന്നു. ഉമ്മൻചാണ്ടി ആ നിലയിലേക്ക് ഉയർന്നു വന്നു കഴിഞ്ഞു. അതായത് AK ആന്റണി ഡൽഹിയിലേക്ക് കളം മാറ്റി. ആ ഒരു മാസ് ബേസിന്റെ ക്രെഡിബിലിറ്റിക്ക് അതാണ് ഒരുപക്ഷെ ഹൈക്കമാൻഡിനെ പലപ്പോഴും ധിക്കരിക്കാൻ പോലും ഉമ്മൻചാണ്ടിക്ക് ധൈര്യം ഉണ്ടാക്കിയത്. ഒരു ധാർമ്മിക ബലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, പക്ഷെ പ്രവർത്തന മികവിന്റെ ഒരു ധാർമ്മിക ബലമായിരുന്നു. പക്ഷെ അത് നഷ്ടപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പോടുകൂടി. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വെള്ള വസ്ത്രത്തിൽ കറ പുരണ്ടു എന്നുള്ളത് ഒരു ശരിയല്ല, അത് അംഗീകരിച്ചോളൂ. അല്ല, ശ്രീ ഉമ്മൻചാണ്ടിയുടെ പോപ്പുലിസ്റ്റ് ആ ഒരു ബേസിന്റെ ഒരെളുപ്പവും തട്ടിയിട്ടില്ല. ഇന്നും കേരളത്തിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഒരാൾ ശ്രീ ഉമ്മൻചാണ്ടി തന്നെയാണ്. അപ്പോ ഒരുപക്ഷെ നമ്മുടെ ചാനലുകളൊക്കെ കാണിക്കും, ഒരുപാട് കുസൃതികൾ കാണിക്കുന്നുണ്ട് കേട്ടോ. ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു എന്നിട്ട് അങ്ങനെയൊക്കെയുള്ള ട്രോളിങ്ങൊക്കെ, ഇതൊക്കെ അനാവശ്യമായ ഒരുപാട് നമ്മൾ ഭൂരിപക്ഷം കൂടിയോ കൊല്ലുന്നുള്ളല്ല. ഈ ഒരു പുതുപ്പള്ളിയിൽ മാത്രം ഒതുങ്ങുന്ന ആളല്ല, പുതുപ്പള്ളിയുടെ കുഞ്ഞിന് മാത്രമല്ല ശ്രീ ഉമ്മൻചാണ്ടി കേരളം കട്ടിങ് അക്രോസ് കാസ്റ്റ് ബാരിയേഴ്സ്, റീജിയൻസ്, ഒരു പാൻ കേരള അപ്പീലുള്ള കോൺഗ്രസ് നേതാക്കളിൽ ഒരാൾ ശ്രീ ഉമ്മൻചാണ്ടി തന്നെയാണ്. അത് ഒന്നാമത്തെ ഉള്ളതിന്റെ പേരിൽ ഉമ്മൻചാണ്ടിയുടെ ആ ഇമേജിന് ഒരെളുപ്പം നമ്മളെ തെരഞ്ഞെടുപ്പ് സർവേകൾ നോക്കുമ്പോഴും ഈ LDF വരുമെന്ന് പറയുന്ന സർവേകൾ നോക്കുമ്പോഴും
ഏറ്റവും മികച്ച മുഖ്യമന്ത്രി. ആ പെർഫോമൻസ് മികവ് അത് കുറച്ചെങ്കിലും വകവെച്ചു കൊടുക്കാൻ LDF തയ്യാറാണ്. ഞാൻ പറയുന്നത് ഒരുപാട് വെൽഫെയർ മെഷേഴ്സ്, സാമൂഹ്യക്ഷേമ പദ്ധതികൾ, അതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ തർക്കമുള്ള വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ. പക്ഷെ കുറെ പേർക്ക് സഹായം കൊടുക്കുന്ന, വ്യക്തിപരമായിട്ട് ആളുകളുമായിട്ട് ഇടപെടുന്ന, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, ജനങ്ങളുടെ ഇടയിലുള്ള ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഈ ജനസമ്പർക്ക പരിപാടിയൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് ആക്ഷേപിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ ചില നല്ല മാതൃകകളല്ലേ, അത് വകവെച്ചു കൊടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ജനങ്ങളുമായി ബന്ധപ്പെടുകയും അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഉമ്മൻചാണ്ടി അക്കാര്യത്തിൽ ശ്രദ്ധിച്ചു. പക്ഷെ അതിനേക്കാൾ അത് മുഴുവൻ കഴുകിക്കളയുന്ന വിധത്തിലുള്ള കൊള്ളരായ്മ ഉണ്ടായിരുന്നു. അതിനർത്ഥം താങ്കളത് വകവെച്ചു എന്നുള്ളത് പറഞ്ഞല്ലോ. അത് അതേസമയം കർമ്മനിരതനായ മുഖ്യമന്ത്രി തന്നെയാണ്. ആ കർമ്മനിരതത്വം നാടിന്റെ സമ്പത്ത് മറ്റുള്ള ആളുകൾക്ക് കൈവശപ്പെടുത്താനും അവർക്ക് സൗജന്യങ്ങൾ, വ്യക്തികൾക്ക് സൗജന്യം ചെയ്യുന്നതിനും കാരുണ്യ ലാട്ടറി ഇതാണല്ലോ കാരുണ്യ പദ്ധതി നടപ്പാക്കുന്നതാണ്. ആകെ 800